नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 68. മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. പേജ് നമ്പർ 668. അനുഷ്ഠാനപരമായ യജ്ഞങ്ങൾ നടത്തി ബ്രാഹ്മണ ഭോജനം നടത്തുന്ന കൃഷ്ണനെയാണ് ഇനിയൊരിടത്തു നാരദൻ കണ്ടത്. ഒരിടത്തു കൃഷ്ണൻ നിശബ്ദമായി ഗായത്രി മന്ത്രം ജപിക്കുന്നു. വാളും പരിചയുമായി യുദ്ധപരിശീലനം നടത്തുന്ന കൃഷ്ണനെയും കുതിരസവാരിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയും മറ്റു ചിലയിടത്തു നാരദൻ കണ്ടു. ആനപ്പുറത്തിരിക്കുന്ന കൃഷ്ണനും രഥാരൂഢനായ കൃഷ്ണനും അലക്ഷ്യമായി അങ്ങുമിങ്ങും ഉലാത്തുന്ന കൃഷ്ണനും നാരദന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. മറ്റൊരിടത്തു മഞ്ചത്തിൽ വിശ്രമിക്കുന്ന കൃഷ്ണനെയാണു കണ്ടത്. ഭക്തന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് കൃഷ്ണൻ പീഠത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ചില കൊട്ടാരങ്ങളിൽ ഉദ്ധവർ തുടങ്ങിയ മന്ത്രിമാരുമായി സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചു പര്യാലോചന നടത്തുകയായിരുന്ന കൃഷ്ണൻ മറ്റൊരിടത്തു നീന്തൽക്കുളത്തിൽ ഒരു സംഘം പരിഷ്കൃത വനിതകളുടെ മധ്യത്തിലാണ് കാണപ്പെട്ടത്. ഒരിടത്തു അദ്ദേഹം ബ്രാഹ്മണർക്കു ഗോദാനം നടത്തുന്നു. ഇനിയൊരിടത്തു മഹാഭാരതം പോലുള്ള പുരാണ പാരായണം കേൾക്കുന്നു അഥവാ ചരിത്രപരമായ കഥകൾ കേൾക്കുന്നു. പ്രപഞ്ച ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രതിപാദിക്കുന്നതും സാധാരണ ജനങ്ങൾക്കായി വേദജ്ഞാനം പകരുന്നതുമാണ് മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ. ചിലയിടത്തു ഭഗവാൻ പത്നിയുമൊത്ത് മതപരമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കണ്ടത്. ഗൃഹസ്ഥന്മാർക്കു വിവിധ തരത്തിലുള്ള ചെലവുകളുണ്ട്. അതിനാൽ അവരുടെ സമ്പത്തു വർദ്ധിപ്പിക്കേണ്ടതുമുണ്ട്. അപ്രകാരം മറ്റൊരു കൊട്ടാരത്തിൽ സാമ്പത്തികോന്നമനത്തിനായുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ശാസ്ത്രാനുസാരമായ രീതിയിൽ കുടുംബജീവിതം ആസ്വദിക്കുന്ന കൃഷ്ണനെയും നാരദൻ കണ്ടു. ഭൗതിക പ്രപഞ്ചത്തിനതീതനായ പരമപുരുഷനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നതുപോലെ ധ്യാനനിഷ്ഠനായിരിക്കുന്ന കൃഷ്ണനെയാണ് മറ്റൊരിടത്തു നാരദൻ കണ്ടത്. പരമപുരുഷനായ വിഷ്ണുവിൽ മനസ്സ് ഏകാഗ്രമായി നിർത്താൻ വേണ്ടിയാണ് പ്രാമാണിക മതഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ധ്യാനം എന്നാൽ എന്താണെന്ന് സ്വന്തം പെരുമാറ്റത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത് കൃഷ്ണൻ മുതിർന്നയാളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു.
ചിലയിടത്ത് കൃഷ്ണൻ യുദ്ധമുറകളെക്കുറിച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലയിടത്ത് ശത്രുക്കളുമായി എങ്ങനെ സമാധാന ഉടമ്പടി ചെയ്യാമെന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ച. മനുഷ്യ സമൂഹത്തിന് ആത്യന്തികമായി മംഗളമുണ്ടാക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഭഗവാൻ ബലരാമനുമായി ചർച്ച നടത്തുകയായിരുന്നു കൃഷ്ണൻ. മറ്റു ചിലയിടത്ത് മക്കൾക്ക് അനുരൂപരായ വധുക്കളെയും വരന്മാരെയും കണ്ടുപിടിക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു. ഒരിടത്ത് ആർഭാടപൂർവമായ വിവാഹ ചടങ്ങുകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരിടത്ത് പെൺമക്കൾക്കു യാത്രാമംഗളം അരുളുന്നു, മറ്റൊരിടത്തു പുത്രവധുവിനെ സ്വീകരിക്കുന്നു. ഇത്തരം ആഡംബരങ്ങളും ചടങ്ങുകളും കണ്ടു നഗരത്തിലെമ്പാടുമുള്ള ജനങ്ങൾ അത്ഭുതം കൂറിയിരുന്നു. തൻ്റെ തന്നെ ഗുണപരമായ വികാസങ്ങൾ തന്നെയായ ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള യാഗകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് ഒരിടത്തു കണ്ടത്. ഒരിടത്ത് കിണറുകൾ കുഴിപ്പിക്കുക, അറിയപ്പെടാത്ത അതിഥികൾക്കായി വിശ്രമ കേന്ദ്രങ്ങളും വിഹാരസ്ഥലങ്ങളും ഉദ്യാനങ്ങളും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കുക തുടങ്ങിയ പൊതുക്ഷേമകരങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടു. തങ്ങളുടെ ഭൗതികാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി ഗൃഹസ്ഥന്മാർക്കു വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ചിലതാണിവ. വനത്തിൽ വേട്ടയാടുന്ന ക്ഷത്രിയ രാജാവിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ മനോഹരമായ സൈന്ധവാശ്വത്തിൽ ആരൂഢനായിരിക്കുന്ന സ്ഥിതിയിലും കൃഷ്ണൻ കാണപ്പെട്ടു. വൈദിക നിയമങ്ങളനുസരിച്ച് ചിലപ്പോൾ വനങ്ങളിൽ ശാന്തി നിലനിർത്തുന്നതിനും മറ്റു ചിലപ്പോൾ യാഗാഗ്നിയിൽ ഹവിസ്സായി അർപ്പിക്കാൻ വേണ്ടിയും ചില നിശ്ചിത മൃഗങ്ങളെ വധിക്കാൻ ക്ഷത്രിയർക്കനുവാദമുണ്ട്. ഈ നിഗ്രഹകല പരിശീലിക്കാനും ക്ഷത്രിയർക്കനുവാദമുണ്ട്. കാരണം സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ പലപ്പോഴും അവർക്ക് ശത്രുക്കളെ നിഷ്കരുണം വധിക്കേണ്ടി വരും. ഒരിടത്ത് പരമപുരുഷനും യോഗേശ്വരനുമായ കൃഷ്ണൻ നഗരത്തിലെ വിവിധ പൗരജനങ്ങളുടെ ഉദ്ദേശ്യങ്ങളെന്തെന്നറിയാൻ ഒരു ചാരനെപ്പോലെ വേഷപ്രച്ഛന്നനായി പ്രവർത്തിക്കുന്നതും നാരദ മഹർഷി കണ്ടു. ഹരേ കൃഷ്ണ.